ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് മലേഷ്യയിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഐലൻഡിലാണ്, പെഹന്തയാൻ ഐലൻഡിലാണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം. ഞാൻ താമസിക്കുന്ന റിസോർട്ടാണ് നിങ്ങൾ ഉച്ച മുന്നേ കണ്ടത്. പെഹന്തയാൻ ഐലൻഡിലെ കാഴ്ചകളും ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെ ഇവിടെ എത്തിപ്പെടാം, എങ്ങനെ നിങ്ങൾക്ക് കുലാലംപൂരിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ്സിന് വരാം, എത്ര ചിലവാകും, എവിടെയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുക, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം മൊത്തം ഡീറ്റെയിൽസും അടിപൊളിയായിട്ട് കാണാൻ, കൂടുതൽ കാര്യങ്ങൾ പെഹന്തയാനെ കുറിച്ച് അറിയാൻ, ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സഹായിക്കുകയാണെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനെ പ്രചോദനപ്പെടുത്തും. പല കംപ്ലീറ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം like ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ആണ്. Penumpang Sunny Express, kami ingin minyak kerjasama anda amat kami hargai. Terima kasih kerana memilih Sunny Express dan selamat menikmati perjalanan anda. Warm greetings to all Sunny Express passengers. We kindly remind you to fasten your seatbelt for your safety throughout the journey. അപ്പോൾ രാത്രി ബസ് ഒന്ന് മുദ്രവയ്ക്കാനൊക്കെ ആയിട്ട് നിർത്തിയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. അത് കഴിഞ്ഞ് നേരം പുലർന്ന് നമ്മൾ ഒരു ടാക്സിയൊക്കെ എടുത്ത് കുലാ ബെസോട്ട് ജെട്ടിയിലെത്തി. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ കുലാ ബെസോട്ട് ജെട്ടി ഇതാണ്. കുലാ ബെസോട്ട് ജെട്ടിയിൽ നമുക്ക് ജെട്ടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിന് ചാർജ് അല്ലാണ്ട് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഫീ ഉണ്ട്. അപ്പം സാധാരണ മലേഷ്യൻസിന് 5 റിങ്കിറ്റും നോൺ സിറ്റിസന് 20 റിങ്കിറ്റുമാണ് വരുന്നത് അഡൽട്ടിൻ്റെ ഫീ. അപ്പം ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറി പോകുന്നത്. ഞാൻ ഓൾറെഡി ബോട്ട് കയറി വന്നതാണ്. അപ്പം ഇവിടെയാണ് മെയിൻ ജെട്ടി. ഇവിടെ നിന്നാണ് നമ്മൾ പെഹന്തയാനിലേക്ക് പോയത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇങ്ങോട്ട് ലെറ്റ്സ് ഗോ there. അപ്പോൾ ഇത് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലാണ് ടോയ്ലറ്റ്. അവിടെ ചേച്ചി ഇറങ്ങി വന്നിട്ടുള്ള ഡയഗ്നോസിൻ്റെ. അപ്പോൾ അതാണ് അവിടുത്തെ ടോയ്ലറ്റ്. ഇതാണ് പബ്ലിക് ടോയ്ലറ്റ്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എക്സിറ്റ് അടിച്ച് വരുന്ന സ്പേസ് ഇതാണ്. നമ്മൾ വന്ന് അതായത് ബോട്ടിൽ നിന്ന് ഇറങ്ങി എക്സിറ്റ് വരുന്ന വഴി ഇതാണ്. അപ്പോൾ ഇതാണ് കുലാ ബെസോട്ട് മെയിൻ എൻട്രൻസ് ഏരിയ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ലോക്കൽ മലേഷ്യൻ ഫുഡൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ട്രൈ ചെയ്യാം. കുറേ ലോക്കൽസ് ഇവിടെ നിന്ന് അതിൻ്റെ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പം വളരെ ശാന്തവും സുന്ദരവുമായിട്ടുള്ളൊരു സ്ഥലമാണ് കുലാ ബെസോട്ട്. അപ്പം നിങ്ങൾ മലേഷ്യയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പെഹന്തയാൻ. അപ്പോൾ കുലാ ബെസോട്ടിൽ നിന്നാണ് പെഹന്തയാനിലേക്ക് നമുക്ക് ബോട്ട് പിടിക്കാൻ പറ്റുക. കുലാ ബെസോട്ടിൽ ബസ്സിൽ നിങ്ങൾക്ക് വന്ന് ഇറങ്ങി നേരെ ഒരു 4 റിങ്കിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 4 റിങ്കിറ്റിൻ്റെ ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ എത്താൻ വേണ്ടി പറ്റും. രാവിലെ നേരത്തെ വരികയാണെങ്കിൽ തിരക്കൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ബോട്ടൊക്കെ കയറി നേരെ പെഹന്തയാനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഞാൻ വന്ന ടൂർ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ടൂർ കമ്പനി പാക്കേജ് എടുത്തേക്കുന്നത് ഈ കാണുന്ന അജുങ് ഹോളിഡേയ്സ് STNBHD. ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ടൂർ പാക്കേജ് എടുത്തിരിക്കുന്നത്. അവരുടെ നമ്പർ ഞാൻ സൂം ചെയ്ത് തരാം. വാട്സപ്പിൽ അവരെ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റായിട്ട്. വളരെ നല്ല ഡീലിങ്സ് ആണ്. അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യുക. വളരെ നല്ല ഡീലിങ്സ് ആണ്. വളരെ നല്ല ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അജുങ്ങിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. വേറെയും ട്രാവൽസിൻ്റെ ഇവിടെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അജുങ് ബെസ്റ്റാണ്. ഓണറൊക്കെ വളരെ നല്ല മാതിരിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറയണ്ടേ, കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ATM മെഷീൻ നമുക്കിവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ATM എവിടെയാണുള്ളത്, നമ്മൾ ടാക്സി ഇറങ്ങിയ പാടെ തന്നെ ഇവിടെ ATM മെഷീനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ക്യാഷ് വല്ലതും വിടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ടാക്സി വന്ന് നിർത്തുന്ന സ്പോട്ട് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നേരെ ജെട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഇതാണ് ജെട്ടിയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജെട്ടിയിലെത്താം. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
നല്ലൊരു നാസിലമ്മക്ക് രാവിലെ അവിടെ നിന്ന് തന്നെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് കഴിച്ചു. അടിപൊളിയായിരുന്നു. ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ജെട്ടിയുടെ അടുത്ത് തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ നമ്മുടെ ജെട്ടിയിലേക്ക് വന്നു. 8:30-ക്കായിരുന്നു ആദ്യത്തെ ബോട്ട്. അപ്പം ആ ബോട്ടിന് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായത്. അപ്പം നമ്മുടെ ടൂർ കമ്പനി നമുക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പം ഞാൻ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. ഈ ബോട്ടിൽ നിന്നാണ് നമ്മൾ നേരെ പെഹന്തയാൻ ഐലൻഡിലേക്ക് പോകുന്നത്. ഏകദേശം 45 മിനിറ്റ് ബോട്ട് റൈഡുണ്ട് കുലാബെസൂട്ട് ജെട്ടിയിൽ നിന്ന് പെഹന്തയാനിലേക്ക്. അപ്പം വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്രയാണ്. കടലിൻ്റെ ആദ്യം സൈഡിൽ കൂടെ ഒക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ കടലിൻ്റെ എന്നിട്ട് കൂടെ അങ്ങ് പോകും. അപ്പം ഈ മോഷൻ പ്രശ്നങ്ങളുള്ളവർക്ക്, അതായത് ഈ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണാം. അപ്പം നമ്മൾ നമ്മുടെ ജെട്ടിയിലെത്തി. ഇത് ഭാരത് എന്ന് പറയുന്നത് വേറൊരു റിസോർട്ടാണ്. നമ്മൾ അവരുടെ ജെട്ടിയിൽ ഇറങ്ങിയിട്ടാണ് നമ്മുടെ റിസോർട്ടിലേക്ക് നടന്നു പോകുന്നത്. അപ്പം നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി ആൻഡ് ബീച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ പെഹന്തയാനിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ട് അതാണ്. നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം. ആദ്യമായി ഒരു മലയാളി പെഹന്തയാനിലേക്ക് ഞാനായിരിക്കും. ഇതുവരെ ഇങ്ങനത്തെ ബ്ലോഗൊന്നും കണ്ടിട്ടില്ല. പെഹന്തയാനുള്ള മലയാളികളുടെ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ റിസപ്ഷനിലെത്തി. നമ്മുടെ റിസപ്ഷനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു സമയത്താണ് നമ്മളെത്തിയത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടാണ് കോറൽ വ്യൂ റിസോർട്ട്. അടിപൊളി റിസോർട്ട്, ഒരു രക്ഷയില്ല. കിട്ടില്ല റിസോർട്ട്. എനിക്കൊന്നും ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ റിസോർട്ടാണെന്ന് തോന്നുന്നു. സൂപ്പർ റിസോർട്ട്, കിട്ടില്ല ആംബിയൻസ്, റൂമൊക്കെ ഒരു രക്ഷയില്ല. എൻ്റെ ഒരു റൂമിൻ്റെ ഫുൾ വീഡിയോ റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇത് ബീച്ച് വ്യൂ ആണ്. ബീച്ച് വ്യൂ കുറച്ച് എക്സ്പെൻസീവ് ആയത് നമ്മൾ ഗാർഡൻ വ്യൂ എടുത്തത്. എന്നാലും ബീച്ച് കാണാം, അടിപൊളി. അപ്പോൾ നമ്മൾ ദാണ്ടേ നമ്മുടെ ഫസ്റ്റ് സ്നോർക്കലിംഗ് ട്രിപ്പിന് പോവാണ്. സമയം ഏകദേശം 10 മണി 10:30 അപ്പം നമ്മുടെ ഈ ടൂർ പാക്കേജ് കമ്പനി തന്നെയാണ് നമുക്ക് ഈ സ്നോർക്കലിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വൺസ് ബോട്ട് വന്നതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ സ്പോട്ടിലും ഓരോ പ്രത്യേകതയാണ്. അപ്പോൾ ആദ്യത്തെ സ്പോട്ട് ടട്ടിൽ സ്പോട്ടായിരുന്നു. പക്ഷെ നമ്മൾ ടട്ടിലൊന്നും അധികം കണ്ടില്ല. അതിനുശേഷം നമ്മളൊരു ലോങ് ബീച്ച് പോലത്തെ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. ഈ സ്പോട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീല അടിപൊളി വെള്ളമായിരുന്നു. മൊത്തം നമുക്ക് എന്താ പറയണ്ടേ, കടലിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാനും. അതുപോലെ അവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. ആ റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണം എന്ന് വരെ തോന്നിപ്പോയി. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സ്വിമ്മാം, നീന്താം. അടിപൊളി ബൈക്ക് സ്നോർക്കലിംഗ് ചെയ്യാനുള്ള സാധനമുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞ് ചെയ്യാം. I'll take the snorkeling this only helmet. What happened? Something wrong? No cleaning. Cleaning the boat. Snorkeling, yeah. Snorkeling. Let's go. കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്ത്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു. പക്ഷെ മെയിൻ സ്പോട്ടുകളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതിനുശേഷം ഞാൻ നേരെ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോയി. ആ പോകുന്ന കാഴ്ചയാണിത്. സ്നോർക്കലിംഗ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. കാണിക്കാൻ പറ്റില്ല, വേറെ ആൾക്കാരുടെ മോശമല്ലേ. നല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ വീട് പോലെയാണ് റിസോർട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്റ്റേ ചെയ്യുന്ന സംഭവം ഒരു രക്ഷയില്ല. സൂപ്പർ. ലെറ്റ്സ് ഗോ. ഏറ്റവും മിച്ചം. അപ്പോൾ സംഭവം വേറെ മാതിരി. നല്ല വെയിലുണ്ട്. കറുത്ത് തന്നെ, എന്നാലും വന്നപ്പോൾ ഇത്ര കറുത്തില്ലായിരുന്നു. നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. സൂപ്പർ ടാൻ. നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്.
നനഞ്ഞ തുണിയൊക്കെ ഒന്ന് ഉണക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പം ഞാൻ താമസിക്കുന്ന റൂം കാണിച്ച് തരാൻ വരും. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ഒരുപാട് എന്താ ചെറിയ വീട് പോലത്തെ സെറ്റപ്പാണ് നമ്മുടെ റൂം കാണാം. അപ്പോൾ ഇവിടെ കാണാം, പുറത്തൊക്കെ ഇരിക്കാം, സ്മോക്കിങ്ങിലൊക്കെ അങ്ങനത്തെ ഉള്ള ഉപകാരങ്ങളുണ്ട്. നമുക്ക് റൂമിലേക്ക് കയറാം. റൂം നിങ്ങൾ കണ്ടാൽ ഞെട്ടും, സൂപ്പർ റൂമാണ്. ഓക്കെ, അപ്പോൾ വന്ന പാടെ ഫസ്റ്റ് ഇതൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ റൂം ഉള്ളിലേക്ക് വരും. ഇവിടെ റൂമിൽ കീടാം. കീട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആയി. ഐ ഹോപ്പ് യു ക്യാൻ സീ us. See me. ഓക്കെ, അപ്പം ഇവിടെ കണ്ട ഇവിടെ ചെറിയൊരു ഏരിയ നമുക്ക് ഇരിക്കാം, ചായ കുടിക്കാം, അങ്ങനത്തെ പരിപാടി. അതിന് ശേഷം വൈഫൈ ഉണ്ട്. വൈഫൈ ചെക്ക് ഇൻ, വൈഫൈയുടെ ചെക്ക് ഔട്ട് ടൈമും കാര്യങ്ങളൊക്കെ. ഇതാണ് മെയിനായിട്ട് വരുന്ന റൂം. റൂമിൽ ടി വി ഉണ്ട്, ഫാൻ ഉണ്ട്, AC ഉണ്ട്. വളരെ നല്ല സ്പേഷ്യസ് റൂമാണ്. കിട്ടില്ല. ഞാനിപ്പോൾ നനഞ്ഞ റൂമിലൊന്നും പോകുന്നില്ല. ഇതുപോലെ നമുക്കിവിടെ ഇരിക്കാനും ബാഗെല്ലാം വെക്കാനൊരു സ്പേസ് അങ്ങനെ. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഇവിടെ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ വെക്കാം. അതിനുശേഷം ഞാൻ വെക്കാൻ ചെയ്താൽ. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് തുണി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്. എന്താ ഇത് ഗ്ലാസ്, ഇവിടെ ഒരു ഗ്ലാസ് പരിപാടി. നമ്മുടെ ടോയ്ലറ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് മേക്കപ്പ് റൂം പോലെ, ഡ്രസ്സിങ് റൂം പോലെ. ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ്, ഇതാണ് ടോയ്ലറ്റ് തന്നെ. എന്താ ഇവിടെ നല്ലൊരു കിഡ്ലോസ്കി സ്പേസ് ഉണ്ട്. ഇവിടെ ഷവർ റൂം വരുന്നുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഓക്കെ, എന്തൊരു ബ്യൂട്ടിയാണ്. ആ കാണുന്ന കുഴയിൽ അവിടെ ഇരിക്കാനാണ് ആദ്യം വിചാരിച്ചത്. അവിടെ വേറെ ആൾക്കാരൊക്കെ ചെയ്തു. സോ ബ്യൂട്ടിഫുൾ. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്, നമ്മുടെ റിസോർട്ടിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആകെപ്പാടെ ടയേർഡായിരുന്നു. നമ്മൾ മൊത്തം സ്നോർക്കലിംഗ് ഒക്കെ വെയിലത്ത് ചെയ്തതിന് ശേഷം ഞാനൊരു പട്ടായ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് അതാണ് കഴിക്കുന്നത്. അപ്പം ഫുഡ് വൈസ് കുറച്ച് എക്സ്പെൻസീവാണ് നമ്മൾ KLലൊക്കെ വെച്ച് നോക്കുമ്പോൾ. ബിക്കോസ് ഇതൊരു ഐലൻഡ് ആണല്ലോ. പക്ഷേ മൊത്തം അടിപൊളി കിടിലൻ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പോയി റൂമിലൊക്കെ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്നോർക്കലിങ് വെയിലത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ ശരിക്കും ടയർഡാവും. അപ്പോൾ അതിനുശേഷം നേരെ വൈകുന്നേരം ഒരു 6 മണി, 6:30, 7 മണി ആ സമയത്താണ് എണീക്കുന്നത്. അത് കഴിഞ്ഞ് ഇതൊരു 7 മണിയാണ് സമയം. അപ്പം നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പ് തേടിയുള്ള യാത്രയായി. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് ബീച്ച് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, 1-2 ഓപ്ഷൻസേ ഉള്ളൂ അവിടെ റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല അട്രാക്റ്റീവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടുന്ന് നല്ലൊരു ഫ്രൈഡ് റൈസും കഴിച്ച് ഏകദേശം ഒരു 9 മണിയായപ്പോൾ തിരിച്ച് പോയി കിടന്നുറങ്ങി. അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം.